പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. അത്രയ്ക്കും രസകരമായിരുന്നു സജീന്ദ്രന്റെ ഇന്നലത്തെ നിയമസഭാ പ്രസംഗം. ആദ്യം നന്ദി പറഞ്ഞത് പിണറായി വിജയനും PRDക്കും. എന്നെ വലിയ കാര്യ ഗവർണറോട് നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ അപ്പുറത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയനോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങൾക്കൊക്കെ ജയിക്കുവാനുള്ള ഒരു അവസരം ഒരുക്കിയ മനുഷ്യനാണ് അദ്ദേഹം. സാർ, PRD സ്ഥാപിച്ച LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള ബോർഡുകൾ കേരളത്തിൽ എല്ലാ ജംഗ്ഷനിലും ഇപ്പോൾ ഉണ്ട്. അത് മാറ്റരുതെന്നാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാറുള്ളത്. എനിക്കറിയായിരുന്നു മോളെ, നിനക്ക് അങ്ങനെ എന്നെ ഇട്ടേച്ച് പോകാൻ പറ്റുകയില്ലാന്ന്. ആ ബോർഡുകളാണ് ഇന്നിപ്പോൾ UDFന്റെ ഐശ്വര്യം. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഓരോരോ മന്ത്രിമാർക്കും സജീന്ദ്രൻ നന്ദി പറഞ്ഞു തുടങ്ങി. തീർന്നില്ല, അണിയറയിൽ ഇനിയുമുണ്ട് കഥാപാത്രങ്ങൾ. ആദ്യം എനിക്ക് നന്ദി രേഖപ്പെടുത്താൻ തിരുവനന്തപുരം തൊട്ട് എടുക്കുകയാണ് V. ശിവൻകുട്ടി. ആ വെടിയുണ്ട് എന്റെ നേർക്കല്ലേ വരുന്നത്. V. ശിവൻകുട്ടിയെ ലോകം അറിയപ്പെടുന്നത് അങ്ങിരിക്കുന്ന ചേംബറിൽ കയറി ആ കമ്പ്യൂട്ടറുകളും കസേരകളും എല്ലാം തല്ലിപ്പൊളിച്ച് മുണ്ട് മടക്കി കുത്തുനിന്ന് ആനന്ദ നൃത്തമാടിയ ആളാണ് V. ശിവൻകുട്ടി. അങ്ങനെയൊന്നുമില്ല, ടൈം പാസ്. അന്നാണ് ലോകമാദ്യമായി V. ശിവൻകുട്ടിയുടെ ശുഷ്കാന്തി ലോകമെമ്പാടും കണ്ടത്. ആ ചെക്കനെ ഒന്ന് കൊടുത്തിട്ടേ. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? അടുത്തതായിട്ട് ശ്രീ KB ഗണേഷ് കുമാർ. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. അതേ എന്തിനാ എതിർക്കുന്ന? അന്ന് ഗതാഗത മന്ത്രിയായിരുന്നു. അത് UDF സർക്കാർ വന്നു കഴിയുമ്പോൾ നടപ്പിലാക്കേണ്ട ഒരു പദ്ധതിയല്ലേ? അതിന് ഇദ്ദേഹം എന്തിനാ എതിർക്കുന്നത്? അവരാണ്, നമുക്കൊന്നും പ്രതികരിക്കാൻ പോലും പറ്റില്ല. അദ്ദേഹത്തിന്റെ 5000-ലെ 4998 പേര് ആ ബസ്സിൽ കയറുമെന്നുള്ള പേടി കൊണ്ടാണ് അദ്ദേഹം അന്ന് എതിർത്തത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സാർ. ഫ്ലാഷ് ബാക്ക്. ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. ഇല്ല, ഞാനത് വെറുതെ കാണിച്ചാണ്. നീ അതൊന്നും ഇവിടെ കയറി വിളമ്പേക്കല്ലേ. സാർ, പിന്നെയുള്ളത് VN വാസവനാണ്. VN വാസവൻ എന്ന് പറയുന്ന മന്ത്രി സാർ, സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നുള്ളത് സഖാക്കന്മാരുടെ ഫോണുകളിൽ പോലും ഇപ്പൊ റിംഗ് ടൂണാണ്. അതെന്ത് വേണോ എന്നെ വിളിച്ചോ. വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെക്കുറിച്ചൊരു സിനിമ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഫ്രം വെന്റിലേറ്റർ ടു ഹോം എന്നാണ് ഈ സിനിമയുടെ ഇതിവൃത്തമായിട്ടുള്ളത്. നിങ്ങളത് ഭ്രാന്തായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. കാരണം ലോകത്താദ്യമായി വെന്റിലേറ്ററിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയ ആദ്യത്തെ ആളാണ്. ട്രംപിന് പോലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ. ഏതായാലും അവരെ അഭിനയിക്കാൻ കിട്ടിയാൽ ആ പടത്തിന് അവാർഡ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവാർഡ് കിട്ടുന്ന ഓവർ ആക്ടിംഗ് അല്ലേ കാഴ്ചവെച്ചത്. അടുത്ത് പറയാൻ പോകുന്നത് ഞാൻ MLA ആയ എറണാകുളം നിയോജകമണ്ഡലത്തിലെ P. രാജീവിനെ കുറിച്ച്. അദ്ദേഹം ഇതുവരെ തോൽവിയെ സമ്മതിച്ചിട്ടില്ല സാർ. തോൽവി എന്ന വാക്ക് എന്റെ ചരിത്രത്തിൽ ഒരു പ്രത്യേക ടൈപ്പാണ്. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്. ആഗോളതലത്തിലുണ്ടായ ചില മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന വ്യതിചലനങ്ങളുടെ ഭാഗമായി ഉണ്ടായ ഉരുത്തിരിഞ്ഞു വന്ന ചില മാറ്റങ്ങളായിട്ടേ ഇതിനെ കാണാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്. വീണ്ടും അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചപ്പോൾ ഹോർമീസ് കടലിടുക്കിനിടയിലൂടെ വന്ന അന്തർവാഹിനിയിൽ നിന്ന് ഒലിച്ചു വന്ന ലാവയിലൂടെ പ്രവഹിച്ച ചില മാറ്റങ്ങളാണ് ഇതെല്ലാം. അവനല്ല ശരിയല്ലാത്തത്, നീയാ. അപ്പൊ വീണ്ടും പത്രക്കാർ ചോദിച്ചു ഈ കളമശ്ശേരിയിൽ എന്തുണ്ടായി എന്ന് ചോദിച്ചു. ആ കളമശ്ശേരിയിൽ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ പറഞ്ഞു തോറ്റിട്ട് ജയിക്കുകയും ജയിച്ചിട്ട് തോക്കുകയും ചെയ്യുന്ന ചില പ്രതിഭാസത്തിന്റെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർ കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റിന്റെ സാങ്കേതികമായ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചതായിട്ടേ പറയാം. ഇതുപോലെ ആർക്കും മനസ്സിലാവാത്ത ലോകത്തിലെ 3 പ്രബന്ധങ്ങളിലൊന്ന് പുള്ളിയുടെയാണ്. താനി രാവണൻ, പക്ഷെ തലയ്ക്കതൊന്നും ഇല്ലെന്നേ ഉള്ളൂ. സാർ, ഇദ്ദേഹം ജയിച്ചു വന്ന പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്ന് അങ്ങ് എന്ത് ചെയ്യുമായിരുന്നു? അങ്ങ് പിന്നെ ഡിക്ഷണറിയൊക്കെ എടുത്തു വെച്ചതെല്ലാം മനസ്സിലാക്കിയതൊക്കെ പോയാലും, പക്ഷെ എഴുതാനിരിക്കുന്ന പിള്ളേരെന്ത് ചെയ്യുമായിരുന്നു സാർ? എതിർപ്പുമായി പ്രതിപക്ഷം രംഗത്തെത്തി. അതെനിക്കിഷ്ടമില്ല. വ്യക്തതയില്ലായ്മയുടെ കാര്യത്തിൽ സ്പീക്കറെ കളിയാക്കാൻ പാടില്ല. ഉണർന്നല്ല. അല്ല, അങ്ങനെയാണല്ലോ. അങ്ങനല്ലേ പറഞ്ഞേ. അങ്ങനെ മനസ്സിലാവത്തില്ല. അത് ചെറിയാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇത് ചീപ്പായി പോയി, ചീറ്റിംഗ് ആയി പോയി. പ്രതികരിക്കൂ പെങ്ങളെ, പ്രതികരിക്കൂ. സ്പീക്കറെ പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. പറയുന്നത് ശരിയാവുന്നില്ല, വ്യക്തമാവുന്നില്ല എന്നല്ല ഉദ്ദേശിച്ചത്.
പുറകെ ഞങ്ങളുണ്ട്. സ്പീക്കർ എന്ന് പറയുന്നത് ക്ഷമയുടെ കേന്ദ്രമായിരിക്കണം. ഇനി അരിന്തര സാർ ഇരിക്കുക. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. സാർ ഈ തൃശ്ശൂരിൽ നിന്നുള്ള മന്ത്രി ബിന്ദുവാണ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്ക് പെൻഡുലം ആടിയതല്ലാതെ ഒരു വിദ്യാഭ്യാസ വകുപ്പിലും ഒന്നും നടന്നില്ല. ഞാനും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എന്തിനാണ് പിന്നെ നിനക്ക് തച്ച് കാച്ചു തന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്തും തിരുവനന്തപുരത്തേക്ക് പോരുമ്പോൾ ഒരു യാത്രക്കാരൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുന്നു, നിങ്ങളെ കണ്ടുപരിചയമുണ്ട്? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നയാളാന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വരികയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് പിണറായി വിജയനാണ്, ഞാനൊരു ജോത്സ്യരാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, അദ്ദേഹം ഏത് പോസ്റ്റിലിരുന്നാലും 10 വർഷക്കാലത്തിലധികം ഇരിക്കും. അപ്പൊ മൂലം തിരുന്നാൾ വലിയ ക്യാമറാണില്ലേ എന്ന് ഞാൻ തന്നെ എങ്ങനെ പറയാ? അതായത് പാർട്ടി സെക്രട്ടറിയായി 17 വർഷം ഇരുന്നു, മുഖ്യമന്ത്രിയായി 10 വർഷം ഇരുന്നു. ഇനി പ്രതിപക്ഷ നേതാവായിട്ടും നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല. ബാലഗോപാൽ അത് കണ്ട് ആഗ്രഹിക്കും, 10 വർഷക്കാലം അദ്ദേഹം ഇരിക്കും. ഊഞ്ഞാലാട്ടിയതല്ലേ? അങ്ങ് പാർട്ടി പ്രവർത്തകരെ കാണാൻ തയ്യാറില്ല. അങ്ങ് സാധാരണ മനുഷ്യരോടും മൈക്കിനോട് പോലും യുദ്ധം ചെയ്ത ആളാണങ്ങ്. ഹെവനല്ലേ? കാണും കാണും. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, അങ്ങനെയുള്ള ആൾ 10 വർഷക്കാലം പ്രതിപക്ഷ നേതാവായി ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും ചേർന്ന് ശരിക്കും വാരി തന്നെ മറക്കില്ല. ഒന്നും മറക്കണ സ്വഭാവക്കാരനല്ല രാജേന്ദ്രനാഥ്, ഓർത്തോ.